മാളുവോ? ഇല്ലല്ലോ. എന്താ ഗീത, എന്തു പറ്റി? ഒന്നുമില്ല. അവള് കുറച്ചുമുമ്പ് വീട്ടിൽ വന്നിരുന്നു അപ്പുവിനെ കാണാൻ. അപ്പുവിനെ കണ്ട ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ കൊണ്ടുവിടാന്ന് VP പറഞ്ഞതാ. പക്ഷെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ അവള് പോയത്. ഇത്രയും നേരമായിട്ടും അവള് വീടെത്തിയിട്ടില്ല. ഞാനിപ്പോ അശ്വതിയുടെ അടുത്തുനിന്നാ വിളിക്കുന്നത്. അയ്യോ, അവളിത് പിന്നെ എങ്ങോട്ടാ പോയത്? അതറിയില്ല ഡേസി. എന്തായാലും മുരളിയും VP അവളെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അങ്ങോട്ടെങ്ങാനും വന്നാ ഒന്ന് വിളിച്ചേക്കണേ. ആ, എന്താ ഗീത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം ഡേസി. ആദ്യം അവളൊന്ന് കണ്ടു കിട്ടട്ടെ. രാത്രി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിളിക്കാം. വരികയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് വിളിച്ചറിയിച്ചേക്കണേ. ഉറപ്പായിട്ടും വിളിക്കാം ഡേസി. ശരി. എന്തായി VP? ലൈബ്രറിയിൽ ചെന്നിട്ടില്ലല്ലേ? ഇനിയിപ്പോ എങ്ങോട്ടാ VP പോകുന്നത്? ഇനിയിപ്പോ ഷോപ്പിംഗ് മോളിൽ വല്ലതും പോയിട്ടുണ്ടാവോ? എങ്കിൽ അവിടെയും കൂടെ ഒന്ന് നോക്കണേ. ഇല്ലില്ല, മുരളി പിന്നെ വിളിച്ചൊന്നുമില്ല. ശരി, ഞാൻ പറയാം. ഓക്കെ. ലൈബ്രറിയിലൊക്കെ VP നോക്കി, അവിടെ ചെന്നിട്ടില്ലെന്നാ അറിഞ്ഞത്. അതിനടുത്ത് തന്നെയാണല്ലോ ഷോപ്പിംഗ് മോളും. അവിടെയും കൂടെ ഒന്ന് നോക്കാന്ന് പറഞ്ഞു. ഇനി അവൾ ആ വക്കീലിനെ എങ്ങാനും കാണാൻ പോയിട്ടുണ്ടാവൂ? നീ ഒന്ന് വിളിച്ചു നോക്ക് അശ്വതി. അഡ്വക്കേറ്റിന്റെ നമ്പർ എൻ്റെ അടുത്ത് ഇല്ലമ്മേ. മുരളിയുടെ അടുത്തുണ്ടാവും. മുരളിയേട്ടൻ ചിലപ്പോ അവരെ കാണാൻ പോയിട്ടുണ്ടാവും. അതാരാ അശ്വതി? അറിയില്ല. അത് നന്ദനാണല്ലോ. നന്ദൻ എന്താ ഇവിടെ? വാമോളൂ. മാഡം പ്ലീസ്, ഇപ്പൊ മാളുവിനോട് ഒന്നും ചോദിക്കണ്ട. മാളു പൊക്കോ. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താ നന്ദൻ? എവിടുന്നാ നന്ദന് മാളുവിനെ കിട്ടിയത്? ബീച്ച് സൈഡിൽ എനിക്കൊരു കക്ഷിയെ കാണാനുണ്ടായിരുന്നു. ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് അയാളെ കണ്ടൊന്ന് യാത്ര പറയാൻ വേണ്ടി പോയതാ. തിരിച്ചു വരുന്ന വഴി മാളു ബീച്ചിൽ ഒരിടത്ത് ഇരിക്കുന്ന കണ്ടു. ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്കെന്തോ പന്തികേട് തോന്നി. അങ്ങനെയാ ഞാൻ അടുത്ത് വന്നത്. സംസാരിച്ചപ്പോ ആദ്യമൊന്നും വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാ വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിയതാണെന്ന് അറിഞ്ഞത്. ഓ താങ്ക് ഗോഡ്. ആ സമയത്ത് ദൈവമായിട്ട് നന്ദൻ അവിടെ എത്തിച്ചത്. അശ്വതി, അവളിങ്ങ് വന്നേ. നീ മുരളി വിളിച്ചു പറ. അയ്യോ, അത് ശരിയാ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റേ, ഞാനേ VPയും കൂടെ ഒന്ന് വിളിച്ച് പറയട്ടെ. VP മാളുവിനെ തിരക്കി ഇറങ്ങിയതാ. ആ VP, മാളു ഇങ്ങെത്തി. ഇല്ലില്ല, അവൾ ബീച്ചിലുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ നന്ദൻ വക്കീല് കണ്ടു. ആ, നന്ദനിപ്പോ ആളുമായിട്ട് എത്തി. ശരി ശരി, ഞാൻ അങ്ങ് വരാം. VP വിഷമിച്ച് ടൗൺ മുഴുവൻ ചുറ്റിത്തിരികയായിരുന്നു. മാളു അവിടെ വന്നിരുന്നേ. ഞങ്ങള് പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കിയപ്പോ അതൊന്നും ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവിടെ നിന്നിറങ്ങി പോയതാ. ഉവ്വ്, അത് പറഞ്ഞു. ആ കുട്ടിക്ക് പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാഡം. അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മാളുവിന്റെ പ്രശ്നം. മുരളി വിളിച്ച് പറഞ്ഞു അശ്വതി? പറഞ്ഞു. ഇനിയിപ്പോ ആൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. ഇന്നിനി അവളോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. നാളെ സൗകര്യം പോലെ നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അപ്പു തനിച്ചേ ഉള്ളൂ. അപ്പുനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടില്ല. വളരെ ഉപകാരം വക്കീലേ. ഉപകാരം പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. പോകുന്നതിന് മുമ്പ് എനിക്ക് മാഡത്തിനോടൊന്ന് സംസാരിക്കാനുണ്ട്. മാഡത്തോട് മാത്രമല്ല, രണ്ടുപേരോടും. കുറച്ച് പേഴ്സണലാണ്. നമുക്ക് അങ്ങോട്ട് നിൽക്കാം.
എന്താ നന്ദൻ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? മാളു നന്ദനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഏയ്, അങ്ങനെ പ്രത്യേകമായി ഒന്നും സംസാരിച്ചില്ല മാഡം. ഞാൻ പറഞ്ഞല്ലോ, എവിടെയോ അവളുടെ സങ്കടങ്ങൾ അണമുറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ അവളുടെ വികാരവിക്ഷോഭത്തിൽ ഒഴുകി വന്നു. അതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അത് മറ്റാരേക്കാൾ നന്നായി മനസ്സിലാവുന്നത് നിങ്ങൾ രണ്ട് അമ്മമാർക്കാ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചത്. എനിക്ക് രണ്ടുപേരോടും തുറന്ന് സംസാരിക്കാലോ അല്ലേ? തീർച്ചയായും. അവളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ സിൻസിയറായിട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം മാളുവിന്റെ നല്ല നിരീക്ഷകരാവുകയാണ് വേണ്ടത്. വല്ലാത്തൊരു ഡിപ്രഷനിലൂടെയും ട്രോമയിലൂടെയാണ് മാളു ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കിയതാവട്ടെ നിർഭാഗ്യവശാൽ അവൾ സ്നേഹിക്കുന്നവരും അവളെ സ്നേഹിക്കുന്നവരും തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ എന്നോട് സംസാരിക്കാൻ മാളു വളരെ വൈമുഖ്യം കാണിച്ചു. അതായത് തൻ്റെ പ്രശ്നങ്ങൾ ആരോട് പറഞ്ഞിട്ടും ഒരു ഫലവുമില്ല എന്നുള്ള സങ്കടം അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ തോന്നലിനെ ഭേദിച്ച് അകത്ത് കയറാനായതുകൊണ്ടാണ് മാളു എന്നോട് ഓപ്പണപ്പായത്. മാളു അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് രണ്ട് വ്യക്തികളെയാണ്. ഒന്ന് അപ്പുവിനെ, രണ്ട് അവളുടെ സുഹൃത്തും കാമുകനും പിന്നെ ഭർത്താവുമായ ഡോക്ടർ ജോബിനെ. കളിക്കൂട്ടുകാരിയായ അപ്പുവിനോടുള്ള അതേ സ്വാതന്ത്ര്യം മാളുവിനിപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ടായ അപ്പുവിനോടില്ല. അപ്പു ഒരാണാണെന്ന് സ്വന്തം മനസ്സിന്റെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ മാളുവിന് കുറച്ചധിക സമയം വേണ്ടി വന്നു. ഒരുപക്ഷെ പണിക്കർ സാറിനെയോ ഗീതാ മേഡത്തെയോ അല്ലെങ്കിൽ അപ്പുവിനെ ഒരു പെൺകുട്ടിയായി ഇതുവരെ കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ സമയം. പക്ഷേ അപ്പു ആണാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും ആ സത്യം മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചതും മാളു തന്നെയാണ്. അതാണ് ഇതിലെ കോൺട്രഡിക്ഷൻ. ശരിയാണ്. പലപ്പോഴും അപ്പുവിന്റെ മാറ്റം അവൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മുമ്പ് പലപ്പോഴും അവളെന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. യെസ്, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അപ്പുവിന് എൻ്റെ അനിയത്തി ആദ്യമായിട്ടുണ്ടായിരുന്ന സൗഹൃദവും അത് പിന്നീട് പ്രണയമായി വളർന്നപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ കളിക്കൂട്ടുകാരിയെ നഷ്ടമാകുമോ എന്നൊരു തോന്നലും മാളുവിനുണ്ടായിരുന്നു. എന്താ പറയുക, വേണമെങ്കിൽ അതിനെ ഒരുതരം പൊസസീവ്നെസ് എന്നൊക്കെ പറയാം. പക്ഷെ ആതിരയുടെ മരണശേഷം അപ്പുവിൻ്റെ ഒറ്റപ്പെടൽ വീണ്ടും അപ്പുവിന് തുണയാവാനൊരു അവസരം കിട്ടിയപ്പോൾ മാളു അത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അപ്പു ഒരു ആൺകുട്ടിയാണെന്ന ബോധ്യത്തിൽ തന്നെ തൻ്റെ കളിക്കൂട്ടുകാരനെ മാളു സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പഴയതുപോലെ എന്തും ഷെയർ ചെയ്യാൻ ഒരു നല്ല ഫ്രണ്ടായി അപ്പു മാളുവിനൊപ്പം ഉണ്ടാവണമെന്ന് അവൾ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ പോവുകയാണ് അവളുടെ കുടുംബജീവിതത്തിൽ ചില സ്ട്രെയിൻ ഉണ്ടാവുന്നത്. തൻ്റെ ഭർത്താവിനൊരു പൂർവ്വകാമുകി ഉണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ ഇപ്പോഴും സൗഹൃദത്തിലാണ് എന്നുള്ള അറിവ് ഏതൊരു പെൺകുട്ടിയെയും പോലെ മാളുവിൻ്റെ മനസ്സിലും ചില മുറിവുകളുണ്ടാക്കി. ഒരുപക്ഷെ അത് ഓവർകം ചെയ്യാനായിരിക്കാം അപ്പു എന്ന തൻ്റെ കളിക്കൂട്ടുകാരിലേക്ക് മാളു കുറെ കൂടി അടുപ്പം പുലർത്തിയത്. പക്ഷേ അവളെ തളർത്തി കളഞ്ഞത് അപ്പുവുമായുള്ള ആ സ്ട്രോങ് ബോണ്ടിനെ തൻ്റെ ഭർത്താവ് മറ്റൊരർത്ഥത്തിൽ കാണുകയും അത് മറ്റു പലരുടെയും മുൻപിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തതാണ്. ആക്ച്വലി അതാണ് മാളുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം. നന്ദൻ പറഞ്ഞത് വളരെ ശരിയാ. ഒരുപക്ഷേ ജോബിനെ അവൾ ഇത്രമേൽ വെറുക്കാൻ കാരണവും ജോബിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് തന്നെയാ. പക്ഷെ മാഡം, ഇപ്പം മാളുവിൻ്റെ യഥാർത്ഥ പ്രശ്നം അതല്ല. അപ്പുവുമായുള്ള റിലേഷനെ സപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെ അതിനെ പ്രതിരോധിക്കുന്നതാണ് മാളുവിനെ ഇപ്പോൾ മാനസികമായി ഏറ്റവും കൂടുതൽ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നത്. തൻ്റെ പ്രശ്നങ്ങളോ മനസ്സോ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പുവിനോട് ഷെയർ ചെയ്യാൻ ആ ഒരു ഇമോഷൻ ഷെയറിങ്ങിന് രണ്ട് വീട്ടുകാരും എതിര് നിൽക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിൽ നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും കുറ്റമുണ്ട്. അതുകൊണ്ട് ആസ് എ വെൽവിഷർ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും ആദ്യം വേണ്ടത് മാളുവിനെ അപ്പുവിൽ നിന്നും പ്രതിരോധിക്കുകയല്ല, മാളുവിൻ്റെ മനസ്സിനെ നന്നായി നിരീക്ഷിക്കുകയും അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്യാണ്. അല്ലെങ്കിൽ ആ കുട്ടി ഇതിലും വലിയൊരു ട്രോമയിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ മാളുവിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും തോറും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടായേക്കും. അതുകൊണ്ട് അത്തരൊരു പ്രതിരോധം ഒഴിവാക്കുന്നതാണ് നല്ലത്.
അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ സാറെത്തിയല്ലോ. എന്താ നന്ദൻ, എന്താ മാളുവിന് സംഭവിച്ചത്? ഏയ് നത്തിങ്, ഒന്നുമില്ല. ആളല്പം ഏകാന്തത തേടിയുള്ള അലച്ചില്ലായിരുന്നു. അതിനിടയില എൻ്റെ കണ്ണിപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ കുറെ സംസാരിച്ചു. ആ കാര്യം ഞാൻ ഇവരോട് ഷെയർ ചെയ്യായിരുന്നു. സർ, കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. സൗകര്യം പോലെ മിസ്സസ് അത് സാറിനോട് പറയും. മാളുവിനെ കൂടുതൽ റെസിസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. ഇപ്പോഴത്തെ പിണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനമ്മമാർ ആ കുട്ടിയോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. ചിലപ്പോൾ എന്നോട് മനസ്സ് തുറന്ന പോലെ മാള് നിങ്ങളോടും ഓപ്പണപ്പ് അയക്കും. അതുപോലെ തന്നെ അപ്പൂൻ്റെ കാര്യവും. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാനും ഇറങ്ങാം മുരളി. ഇന്നിനി അവളെ ചോദ്യം ചെയ്യാനോ വഴക്ക് പറയാനോ ഒന്നും നിൽക്കണ്ട. പാവം വല്ലാത്ത പാനിക്കായിട്ടാ വന്നത്. അതിൻ്റെ കൂടെ ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടെ ഒരു പ്രഷർ വേണ്ട. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇനി ആ ഒരു കാരണം പറഞ്ഞ് ആരും അങ്ങ് ഇറങ്ങി പോകണ്ട. എന്നാ ഞാൻ പോയിട്ട് വരാം അശ്വതി. ശരി. അശ്വതി, ഒരു ഗ്ലാസ് വെള്ളം എടുക്ക. മാളു, എന്താ മാളു നീ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പിണങ്ങിയിരിക്കുന്നേ? ഇങ്ങനെ പിണങ്ങാനും അകലം കാണിക്കാനും മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. എല്ലാ തെറ്റുകളും ചെയ്ത ഞാനാ. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെയല്ല മാളു ഞാൻ പറഞ്ഞത്. നിന്നോട് ഞങ്ങൾ പലപ്പോഴും പരുഷമായി പെരുമാറിയിട്ടുണ്ട്. അതെന്ത് കാരണം കൊണ്ടാന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അച്ഛന് നിന്റെ കാര്യം ഓർത്ത് ഭയങ്കര സങ്കടമുണ്ട്. നിന്റെ വിവാഹത്തെക്കുറിച്ച് പോലും അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അതിൻ്റെതായ രീതിയിൽ നടത്താൻ പറ്റിയില്ല. എങ്കിലും എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടുതരുമായിരുന്നു. പക്ഷേ ആ ബന്ധം പോലും തീർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ താറുമാറായപ്പോ ഞങ്ങൾ മാനസികമായി ആകെ തകർന്നുപോയി. അമ്മേ, ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് പറയുന്നത്? എല്ലാം എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെയും ഞാനെന്താ എങ്ങനെയായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്? അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതരായിരുന്നു എന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്കിത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇഷ്ടത്തിനൊത്ത് എത്ര ദിവസം ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ലമ്മേ. ഇതൊക്കെ ആയിരുന്നോ എൻ്റെ ഇഷ്ടമെന്നാ ഇപ്പൊ ഞാൻ സംശയിക്കുന്നേ. അതെന്താ മാളു നീ അങ്ങനെ പറയുന്നേ? അത് അമ്മയ്ക്ക് എങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സെന്താണെന്ന് എനിക്ക് പോലും ഇപ്പൊ പിടികിട്ടാത്ത അവസ്ഥയില്ല. ഒന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. പിന്നെ അപ്പുവായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ടിന്റെ കാര്യം, അതിന് ഞാനും അച്ഛനും മുത്തശ്ശിയും ഒക്കെ അല്പ അസ്വസ്ഥരാണെന്നറിയാലോ. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം. ഞങ്ങളെ അങ്ങനെ ഒരു സംശയത്തിൽ കൊണ്ടെത്തിച്ചത് നീ തന്നെയാ അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, തെറ്റുകളെല്ലാം ഇപ്പൊ എന്റെ ഭാഗത്ത്. അതിനൊരു ന്യായീകരണം ഇല്ലെന്ന് എനിക്കറിയാം. അപ്പുവിന്റെ പേരിൽ എന്തിനു വേണ്ടിയാ ഞാൻ ഈ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചാ അതിനുത്തരം പറയാൻ എനിക്കത്ര എളുപ്പമായിരിക്കില്ല. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നോട് എതിർപ്പുള്ളൂ. അല്ലാതെ നീ എന്ത് പറഞ്ഞാലും അതൊക്കെ സഹായിച്ചു തരാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. വേണ്ടമ്മേ, ഇനിയും എനിക്കായിട്ട് ഒരാഗ്രഹങ്ങൾ സാധിക്കാനില്ല. ഒരാഗ്രഹത്തിന്റെ പേരിലും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ഇനി മുതൽ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. അങ്ങനെയൊന്നും വേണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. വേണ്ടമ്മേ, ഇനി അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ഇനി കഴിവതും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നോക്കാം. മുത്തശ്ശിയോടും അമ്മയോടൊക്കെ മോശമായി പെരുമാറിയതിന് ഞാൻ ക്ഷമ ചോദിക്കുക. മുത്തശ്ശിയോട് എന്നോട് ക്ഷമിക്കാൻ പറയണം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അപ്പോ ഒരിത്തിരി വിഷമം തോന്നിയെങ്കിലും മുത്തശ്ശിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. മുത്തശ്ശിക്കെന്നല്ല, എനിക്കും അച്ഛനും ആർക്കും. മതി, എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. സന്തോഷം. ഇനി അമ്മ പോയിക്കോ, ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നീ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിരിക്കും മാളു. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട. അമ്മ പോയിക്കോ. എന്താണ് വലിയൊരു ആലോചന? ഞാൻ നന്ദൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. മാളുവിന്റെ കാര്യത്തില് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പക്വതയില്ലായ്മ കാണിച്ചുവെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ? നന്ദൻ പറഞ്ഞതുപോലെ അവളുടെ മനസ്സിനൊപ്പം സഞ്ചരിക്കാൻ ആരും ഒരു ശ്രമം നടത്തിയില്ല. ആകെ അവളെ ഇത്രയെങ്കിലും മനസ്സിലാക്കിയത് അപ്പു മാത്രമാ. അപ്പുവിനെ നമ്മളായിട്ട് വിലക്കുകയും ചെയ്തു. ഇങ്ങനൊരവസ്ഥയിൽ അവൾ എത്താൻ ഉത്തരവാദി നമ്മൾ എല്ലാരും തന്നെയാണ്, അല്ലേ വി പി? കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മൾ ബോധപൂർവം വെച്ച വിലക്കോളൊന്നല്ലല്ലോ അത്. ഒക്കെ ആവശ്യപ്പെട്ടത് മുരളി അശ്വതിൻ തന്നെയല്ലേ? മാളുവിനെ കാണാൻ അവിടെ ചെല്ലരുതെന്ന് അശ്വതിനല്ലേ അപ്പനോട് നേരിട്ട് പറഞ്ഞത്? ശരിയാ, അപ്പോളെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞതാ. പക്ഷേ അപ്പനൊന്ന് വിശ്വസിക്കാൻ അവരാരും തയ്യാറായില്ലല്ലോ. അത് മാത്രമല്ല, രണ്ടുപേരും കൂടി നാട് വിടാനാണ് പ്ലാൻ എന്ന് നമ്മളെ കൂടി പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ എങ്ങനെയാ അപ്പുവിനെ നമ്മൾ മാളുവിനെ കാണാൻ അനുവദിക്കേണ്ടത്? ഇപ്പോഴും അപ്പു അവിടെ ചെല്ലുന്നതൊന്നും അവർക്ക് ഇഷ്ടാവില്ല. കാര്യങ്ങൾ ഇത്രയും സങ്കുചിതമായി ചിന്തിക്കുന്നത് കൊണ്ടാ മുരളി അശ്വതിയും അങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഒരു പക്ഷേ നമ്മളെല്ലാരും കൂടെ ഇത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വി പി. അല്ലെങ്കിൽ മാളുവിന്റെ കാര്യം ആകെ കഷ്ടത്തിലാവും. അതിന് അവരും കൂടി മനസ്സുവെക്കേണ്ട ഗീത. വിലക്കുകളും നിയന്ത്രണങ്ങളും ആദ്യം ഏർപ്പെടുത്തിയത് അവിടുന്നല്ലേ? അപ്പൊ അവരെന്നെ പറയട്ടെ അതിന്റെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ നമുക്ക് ആലോചിക്കാം. അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ വി പി? നമുക്ക് ആവശ്യം മാളുവിനെ ഈ ട്രോമയിൽ നിന്ന് രക്ഷിക്കാന്നുള്ളതാണ്. അതിനിപ്പോ നമ്മളായിട്ട് മുൻകൈ എടുത്ത് അവരോട് സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല ഗീത. എത്രയോ തവണ ഞാൻ ഈ കാര്യം അങ്ങോട്ട് സംസാരിച്ചതാ. അപ്പോഴെല്ലാം മുരളിക്ക് ഭയവും സംശയമായിരുന്നു. ഇനി സംസാരിക്കാൻ ചെന്നാലും അവരുടെ ഈ തെറ്റിദ്ധാരണകളൊന്നും മാറും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ വിഷയം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനി ഒരിക്കൽ കൂടി ഇതിന്റെ പേരും പറഞ്ഞ് നാണം കെടാൻ ഞാനില്ല. അപ്പോൾ അതിന് വിടാനും പറ്റില്ല. ഒരു മാറ്റം വേണമെന്ന് ഇനി അവർക്ക് തോന്നട്ടെ. എന്നിട്ട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. താൻ ചെന്ന് അപ്പുവിനെ വിളിക്ക്, ഭക്ഷണം കഴിക്കാം. എനിക്ക് രാവിലെ ക്ലാസ് ഉള്ളതാ. അപ്പു, നീ കഴിക്കാൻ വരുന്നില്ലേ? വി പി അവിടെ വെയിറ്റ് ചെയ്യാ. എനിക്കൊന്നും വേണ്ടമ്മേ. അതെന്താ, നീ വന്ന ശേഷം ഒന്നും കഴിച്ചില്ലല്ലോ? സാരമില്ല, വിശപ്പ് തോന്നില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ അപ്പു? മെഡിസിൻ എടുക്കാനുള്ളതല്ലേ, എന്തെങ്കിലും വന്ന് കഴിക്ക്. അമ്മ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്തു വെച്ചാൽ മതി. വിശപ്പ് വരുമ്പോൾ ഞാൻ കഴിച്ചോളാം. മാളുവിന്റെ കാര്യം നീ അറിഞ്ഞായിരുന്നോ?